നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാനും അത് തന്നെ രാജലക്ഷ്മി ആലോചിക്കുന്നത്. പോയിട്ട് ഒത്തിരി നേരം ആയല്ലോ. വീട്ടിലിരിക്കുന്നവര് ടെൻഷൻ അടിക്കുന്ന അറിയില്ലേ? എന്നിട്ടെന്താ ഒന്നും അറിയിക്കാത്തത് ഇവരെ? ഞാൻ 2 പ്രാവശ്യം വിളിച്ചു നോക്കി. ജയറാമിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാ കേൾക്കുന്നത്. ആ, കാർത്തിമോനും മീനാക്ഷിയും കൂടി പോയിട്ടുണ്ട്. അവര് വിവരം അറിയിക്കും. പേടിക്കാനൊന്നുമില്ല. ഫുഡ് പോയിസൺ ആയിരിക്കും. അതങ്ങ് മാറിക്കോളൂന്നേ. പിന്നെ ഫുഡ് പോയിസൺ. ഒരു കടുംചായയിൽ ഞാൻ കൊടുക്കുന്ന 8ന്റെ പണി 16,000 പണിയായി മാറാൻ പോവുക. ആശുപത്രിക്കാരുടെ വിവരമൊന്നും അറിഞ്ഞില്ലല്ലോ അമ്മേ? ഇല്ല, അങ്ങോട്ട് പോയവരാരും ഇങ്ങോട്ട് വിളിച്ചില്ല. അല്ല, ജഗദീഷ് അങ്ങോട്ട് പോവോ? നീ അവനോട് ഇക്കാര്യം വിളിച്ചു പറഞ്ഞോ? ഇല്ല അമ്മേ, പറഞ്ഞില്ല. ജഗദീഷ് ഏട്ടൻ സ്ഥലത്തില്ല. മാത്രമല്ല, അത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ വിളിച്ചു പറയാൻ. അതെ, സീരിയസ് ഒന്നുമല്ല. പിടിക്കാത്ത ആഹാരം എന്തോ അവള് കഴിച്ചിട്ടുണ്ട്, അതാ. അതിന് നന്ദിനി നോണൊന്നും കഴിക്കില്ലല്ലോ. ഇല്ല. നോൺ കഴിക്കുന്ന എന്തിനാ? ഇപ്പോഴത്തെ പച്ചക്കറിയിലൊക്കെ മായവാ. കീടനാശിനികളല്ലേ മാറി മാറി അടിക്കുന്നത്. കീടനാശിനിയൊന്നും അല്ല, അതുപോലത്തെ ഒരു ഗുളികയാ. കുഞ്ഞിനെ എന്നിൽ നിന്ന് കറ്റാൻ വഴി കണ്ടുപിടിച്ചോളല്ലേ. അവൾക്ക് ഇത് കൊടുത്താ പോരാ. പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നാൽ ഒരു 100,000 ടെസ്റ്റ് കഴിഞ്ഞിട്ടേ അവര് രോഗം എന്താണെന്ന് പറയൂ. അതിനുശേഷമേ ട്രീറ്റ്മെന്റ് തുടങ്ങൂ. എന്തോ ഒരു കള്ളത്തരം മണക്കുന്നുണ്ടല്ലോ. എന്താ അത്? കള്ളത്തരോ? നിന്റെ നിപ്പും പാവൊക്കെ കണ്ടപ്പോഴേ എനിക്കൊരു സംശയം. നിങ്ങൾക്ക് എന്താ? അല്ല, എല്ലാവർക്കും ഞാൻ ഒരുമിച്ചാ കാപ്പിയും ചായയൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ നന്ദിനിയടത്തേക്ക് മാത്രം എന്താ വയറിന് പിടിക്കാഞ്ഞത്? അത് എനിക്കറിയൂ. നിങ്ങൾ പോയി അവരോട് ചോദിക്കും. നീ ഞാൻ അറിയാതെ ആ കടുംചായൽ എന്തെങ്കിലും കലിക്കോ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എന്താ നിങ്ങൾ തമ്മിലൊരു സീക്രട്ട്? ഏയ്, ഒന്നുമില്ല. ദേവമ്മയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നതിലുള്ള ടെൻഷനില്ല. അതിനെ കുറിച്ച് പറയായിരുന്നു ഞങ്ങള്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.